അതിൽ തന്നെ പലതരത്തിലുള്ള സ്ക്രീനേഴ്സ് ഞാനിപ്പോൾ കണ്ടത് ക്വാർട്ടർലി. ഇനി ദെൻ കംസ് ടു ക്യാപെക്സ് ബൂസ്റ്റ്, മൈറ്റി മിഡ് ക്യാപ് സ്റ്റോക്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പിന്നെ പൊട്ടൻഷ്യൽ മൾട്ടി ബാഗേഴ്സ്. ഒരുപാട് പേര് മൾട്ടി ബാഗർ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്നുണ്ട്. അപ്പം മൾട്ടി ബാഗർ ആകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു സ്ക്രീനർ ഓട്ടോമാറ്റിക്കലി ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡിമെയ്ഡ് ആയിട്ട് അവിടെ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടതേ ആവശ്യമുള്ളൂ. ക്ലിക്ക് ചെയ്യാൻ മാത്രമല്ല, ഇതിന് ചുമ്മാ എന്നിട്ട് കണ്ട ഉടനെ നോക്കൂ, ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് നോക്കൂ. മൾട്ടി ബാഗേഴ്സ്, GSFC അതെന്താണ്, ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്, GNFC ഉണ്ട്, ഗുജറാത്ത് നർമ്മദ വാലി ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, അശോക ബിൽഡ്കോൺ, PTC, PDC, DCB ബാങ്ക്, സന്താർ ടെക്നോളജീസ്, ഇങ്ങനെ കുറേ. ഇതൊക്കെ ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് ഇതിനകത്ത് കാണുന്നത് ഞാൻ പറയുന്നേ ഉള്ളൂ, നോട്ട് റെക്കമെൻഡേഷൻ, അത് ശ്രദ്ധിക്കാം. സോ ഇത്തരത്തിൽ അത് എന്തിൻ്റെ പേരിൽ സ്ക്രീനായി വരികയാണ്. ഇത് കൊടുത്തിരിക്കുന്ന ചില കണ്ടീഷൻസിന്റെ പേരിലാണ്. മാർക്കറ്റ് ക്യാപ്പ് അത് എന്തായിരിക്കണം, പെർ സെയിൽസ്, മാർക്കറ്റ് ക്യാപ്പും സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ മാർക്കറ്റ് ക്യാപ്പ് തന്നെ 100-നും 10,000 crores ഇടയിലായിരിക്കണം, നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 0യെക്കാളും വലുതായിരിക്കണം, അല്ലെങ്കിൽ PE റേഷ്യോ, സെക്ടർ PEയേക്കാളും കുറഞ്ഞിരിക്കണം. PE എപ്പോഴും കുറഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇൻഡസ്ട്രി PEയേക്കാളും, സെക്ടർ PE എന്നുള്ള ഇൻഡസ്ട്രി PE, സെക്ടർ PEയേക്കാളും കുറഞ്ഞിരിക്കണം എന്നുള്ളത്. അത് എന്തുകൊണ്ട് കുറയണം എന്നുള്ളത് നിങ്ങൾ PEയെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ദെൻ കംസ് ടു EPS ഗ്രോത്ത്, ഇയർ ഓവർ ഇയർ കൂടണം എന്നുള്ളതാണ്. EPS ഞാൻ ഇതിൽ തന്നെ ഗ്രേറ്റർ ദാൻ എന്നാണ് കാണിച്ചിരിക്കുന്നത്. 0, ഗ്രേറ്റർ ദാൻ 0, 0യെക്കാളും മേളിലിരിക്കണം അല്ലേ. 1 എന്നെങ്കിലും അത് ഇയർ ഓവർ ഇയർ ഉള്ള ഗ്രോത്ത് പ്രീവിയസ് ഗ്രോത്തിനേക്കാൾ കൂടുതലായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുമാതിരി ഇതിനകത്തും കസ്റ്റമൈസേഷൻസ് കൊണ്ട്. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.